ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോൾവ് ഇറ്റ്. ഡിസ്ട്രിക്റ്റ് ലോട്ടറി ഓഫീസർ അതേപോലെ സൂപ്രണ്ട് തസ്തികയിലേക്ക് നടന്ന 2016 പേപ്പറിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇത് 4ാമത്തെ പാർട്ടാണ്. 1, 2, 3 നിങ്ങൾ കണ്ടില്ലേ, ഞാൻ മുകളിലായിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 61 മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 61 വരെയാണ് നമ്മൾ 60 വരെയാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. സോ നമുക്ക് 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ആക്ട് റെഡ്യൂസ്ഡ് ദ റൈറ്റ് ടു ഫ്രാഞ്ചൈസ് ടു 18 ഇയേഴ്സ് ഫ്രം 21 ഇയേഴ്സ്? അതായത് എന്താണ് റൈറ്റ് ടു ഫ്രാഞ്ചൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വോട്ടിംഗ് പ്രായമാണ്. വോട്ടിംഗ് പ്രായം എന്താക്കിയത് 21 നിന്ന് 18 വയസ്സിലേക്ക് മാറ്റിയ ഒരു ആക്ട്. ആ അമെൻഡ്മെൻറ്റ് ആക്ട് എത്രാമത്തെ അമെൻഡ്മെൻ്റ് ആണെന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 21 നിന്ന് 18 വോട്ടിംഗ് ഏജ് നമുക്കറിയാം. ഇപ്പോൾ 18 ഏജിലുള്ള ആർക്കും എന്ത് ചെയ്യാം, ഇന്ത്യയിൽ വോട്ട് ചെയ്യാം. കണ്ടീഷൻസ് അനുസരിച്ച് ഇന്ത്യയിൽ വോട്ട് ചെയ്യാം. സോ ആ ഒരു 18 വയസ്സിലേക്ക് മാറ്റിയത് എത്രാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരമാണ്? അത് ഓപ്ഷൻ എയിലുള്ള 61ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മാറ്റം വരുത്തുന്നത്. അപ്പോൾ നിങ്ങൾ 1989 എന്ത് ചെയ്യുന്നത് 61ാമത്തെ അമെൻഡ്മെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെൻറ്റ് വരുന്നത്. അതുകൂടി ഇതുകൂടി ഓർമ്മിച്ച് നോക്കണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 അമെൻഡ്മെൻറ്റ് പറയാം. 52ാമത്തെ അമെൻഡ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 44, 42 ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച 2 അമെൻഡുകളിൽ പെട്ടതാണ്. 44, 42 അതേപോലെ 44. അപ്പോൾ ഈ 52ാമത്തെ അമെൻഡ്മെൻറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 52ാമത്തെ അമെൻഡ്മെൻറ്റ് വരുന്നത് 1985 അത് നിങ്ങൾ ഓർമ്മിക്കണം. 1985 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആൻറ്റി ഡിഫെക്ഷൻ ലോവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ എന്താണ്, കൂറുമാറ്റ നിരോധനമായിട്ട് ബന്ധപ്പെട്ട അമെൻഡ്മെൻറ്റാണ്. ഈ പറയുന്ന അമെൻഡ്മെൻറ്റാണ് കേട്ടോ. അമെൻഡ്മെൻറ്റ് എത്രാമത്തെ അമെൻഡ്മെൻറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. സോ 52ാമത്തെ അമെൻഡ്മെൻറ്റ് ആൻറ്റി ഡിഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 44ാമത്തെ അമെൻഡ്മെൻറ്റ് നിങ്ങൾക്കറിയാം 1978 വരുന്നത്. 448 എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. 1978 44ാമത്തെ അമെൻഡ്മെൻറ്റ്. അതേപോലെ ഈ 44ാമത്തെ അമെൻഡ്മെൻറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് വെയിറ്റ് ചെയ്തത്? ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് എന്ത് ചെയ്തു, അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും എടുത്തു കളഞ്ഞത് ഈ 44 പ്രകാരമാണ്. അതേപോലെ ലോകസഭയുടെ കാലാവധി 5 വർഷത്തേക്ക് പുതുക്കിയതും ഏത് തന്നെയാണ്, ഈ 44. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ പുതുക്കിയെന്ന് വെച്ചാൽ, ഈ 42ാമത്തെ അമെൻഡ്മെൻറ്റ് പ്രകാരം ഈ ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്തു, ഈ 44ാമത്തെ അമെൻഡ്മെൻറ്റിൽ അത് 5 വർഷമായിട്ട് എന്ത് ചെയ്തു. അത് വീണ്ടും മുന്നത്തെ പോലെ തന്നെ ആക്കി. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ 42ാമത്തെ അമെൻഡ്മെൻറ്റ് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ 42 ഓർമ്മിക്കേണ്ടത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാമത്തെ അമെൻഡ്മെൻറ്റാണ്. അത് ഏത് വർഷമാണ് 42ാമത്തെ അമെൻഡ്മെൻറ്റ് വരുന്നത്? 1976 42 ഓർമ്മിച്ചാൽ മതി. 42 കൂട്ടിയാൽ 6 കിട്ടുന്നത്. 1976 42ാമത്തെ അമെൻഡ്മെൻറ്റ് ആക്ട് വരുന്നത്. സോ ഈ ഇത്രയും അമെൻഡ്മെൻറ്റുകൾ നിർബന്ധമായിട്ട് ഓർമ്മിച്ച് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എംപവേഴ്സ് ദി ഹൈക്കോർട്ട് ടു ഇഷ്യൂ റിട്ട്സ്? അതായത് സുപ്രീം കോർട്ടിനും അതേപോലെ ഹൈക്കോർട്ടിനും റിട്ടുകൾ 5 ടൈപ്പ് റിട്ടുകളുണ്ട്. ആ 5 ടൈപ്പ് റിട്ടുകൾ പുറപ്പെടുവിപ്പിക്കാൻ ഹൈക്കോർട്ടിന് കൊടുക്കുന്ന പദവി ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ് ആ ഹൈക്കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള പദവി കൊടുക്കുന്നത്? അത് ആർട്ടിക്കിൾ 226 ഹൈക്കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി കൊടുക്കുന്ന ആർട്ടിക്കിൾ. അതുപോലെ സുപ്രീം കോർട്ടിനൊപ്പം ചോദിക്കാറുണ്ട്. സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, റിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആർട്ടിക്കിൾ 32 നിങ്ങൾ ഓർമ്മിക്കണം. ആർട്ടിക്കിൾ അതേപോലെ 226 രണ്ടും എന്താണ്, ഒരേ ഉദ്ദേശം തന്നെ, റിട്ട് പുറപ്പെടുവിക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ആർട്ടിക്കിൾ ഞാൻ എഴുതാം. നിങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടാന്നുള്ളതെന്ന് പറയണം. ഒന്നാമത്തെ ആർട്ടിക്കിൾ 108. അതേപോലെ രണ്ടാമത് ഞാനൊരു ആർട്ടിക്കിൾ എഴുതാം. ആർട്ടിക്കിൾ 123. പിന്നെയുള്ള ആർട്ടിക്കിൾ 148. പിന്നെ ഉള്ളത് 243A അമെൻഡ്മെൻറ്റാണ്. അതാണ് എ കാണിക്കുന്നത്. ഈ ഒരു ആർട്ടിക്കിളൊക്കെ എന്താണെന്ന് നിങ്ങൾ പറയണം. 108ാമത്തെ ആർട്ടിക്കിൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ജോയിൻറ്റ് സിറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജോയിൻറ്റ് സിറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ലോകസഭയും രാജ്യസഭയും ചില അവസരങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും, ജോയിൻറ്റ് സിറ്റിംഗ് നടത്തേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 108. 123 ഓർഡിനൻസ് ഗവർണറുടെ ഓർഡിനൻസ്. അതേപോലെ എന്താണ് ഓർഡിനൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 123. 148ാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് CAG-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലെങ്കിൽ CAG-യുടെ മായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 148. ഇനി ആർട്ടിക്കിൾ 243A എന്ന് പറയുന്നത് ഗ്രാമസഭയുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ.
ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 63 ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് ദി പാർലമെൻറ്റ്. അതായത് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുമ്പോൾ നമുക്കറിയാം ലോകസഭയും അതേപോലെ രാജ്യസഭയും ഒരുമിച്ച് കൂടുന്നതാണ് ജോയിൻറ്റ് സിറ്റിംഗ്. പ്രസിഡൻറ്റും ഉണ്ടാവും. അപ്പോൾ ഇതിൽ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? ഇതിനെ പ്രിസൈഡ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് സ്പീക്കർ ഓഫ് ലോകസഭയാണ് എന്ത് ചെയ്യുന്നത്, അതിനെ പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻറ്റ് സിറ്റിംഗ് വിളിച്ച് ചേർക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? പ്രസിഡൻ്റാണ് വിളിച്ച് ചേർക്കുന്നത്. എന്നാൽ ജോയിൻറ്റ് സിറ്റിങ്ങിന് പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കർ ഓഫ് ദി ലോകസഭയാണ്. അപ്പോൾ വിളിച്ച് ചേർക്കുന്നത് ആരാണെന്ന് ചോദിക്കാറുണ്ട്, അതേപോലെ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണെന്നും ചോദിക്കാറുണ്ട്. 64 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഈസ് എ. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബോഡിയാണെന്നാണ് ചോദിക്കുന്നത്. അഡ്വൈസറി ആണോ, അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആണോ, സ്റ്റാറ്റ്യൂട്ടറി ആണോ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആണോ? ഇതിൻ്റെ ആൻസർ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും അതേപോലെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബും എന്താണ്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഈ ഡിഗ്രി ലെവലിൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ളൊരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 338. പിന്നെ ആർട്ടിക്കിൾ 338A ആണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിനെ പറ്റി പറയുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, NCST അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നതിന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരാളുണ്ട്. അത് എന്താണ്, ഇതിൻ്റെ ചെയർമാനാണ്. ഇതിൻ്റെ ചെയർമാൻ റാം ശങ്കർ കത്തേരിയാണ്. RS കത്തേരിയ എന്ന് ഓർമ്മിച്ചാൽ മതി. RS കത്തേരിയാണ് എന്ത് ചെയ്യുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ്റെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ ചെയർമാൻ. അതേപോലെ ഇതിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ഏത് മിനിസ്റ്ററാണ്? മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ മിനിസ്റ്ററാണ് ഇതിൻ്റെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ആ സോഷ്യൽ എംപവർമെൻറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ മിനിസ്റ്റർ എന്ന് പറയുന്നത് ആരാണ്? താവർചന്ദ് ഗെഹ്ലോട്ടാണ്. ഗെഹ്ലോട്ട് എന്ന് ഓർമ്മിച്ചാൽ മതി. ഗെഹ്ലോട്ടാണ് ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. 65ാമത്തെ ക്വസ്റ്റ്യൻ. ദി പാർലമെൻറ്റ് ഇനാക്റ്റഡ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഇൻ ദ ഇയർ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏത് വർഷമാണ് പാർലമെൻറ്റ് കൊണ്ടുവന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചുള്ളത്. അത് 2005 എന്ത് ചെയ്യുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരുന്നത്. 2005 ഡേറ്റ് ഓർമ്മിക്കുക, ഒക്ടോബർ 12 എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്ന ഡേറ്റ്. 2005 ഒക്ടോബർ 12. ഇനി ഇത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന രാജ്യം ഏതാണെന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കണം. സ്വീഡനാണ് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന രാജ്യം. അതേപോലെ ഇന്ത്യയിൽ തന്നെ തമിഴ്നാടാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് നടപ്പിലാക്കുന്നത്. തമിഴ്നാട് എന്ത് ചെയ്യുന്നുണ്ട്, 1997 തന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു കാര്യം ഓർമ്മിക്കാനുള്ളത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതേതാണ്, മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്നാണ് ആ ഒരു ഓർഗനൈസേഷൻ്റെ പേര്. അതുകൂടി ഓർമ്മിച്ച് നോക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 66 ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രൊവൈഡ്സ് ഫോർ ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദി ഏജ്. അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രകാരം ഫ്രീയും കമ്പൾസറിയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അത് ഏത് പ്രായത്തിൻ്റെ ഇടയിലുള്ള ചിൽഡ്രൻസിനാണ് ഇത് കൊടുക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് ഏത് പ്രായത്തിൻ്റെ ഇടയിലാണ്? 6 മുതൽ 14 വരെ വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾക്കാണ് ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതേപോലെ കമ്പൾസറി ആയിട്ടുള്ള എഡ്യൂക്കേഷനും കൊടുക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ടത്, ഈ ആക്ട് 2009 വരുന്നതെങ്കിലും ഇത് നിലവിൽ വരുന്ന ഡേറ്റ് നിങ്ങൾ ഓർമ്മിക്കണം. അത് 1 ഏപ്രിലാണ്. 1 ഏപ്രിൽ 2010 എന്ത് ചെയ്യുന്നത്, ഇത് നിലവിൽ വരുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 ആർട്ടിക്കിൾ ഓർമ്മിക്കുക. ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21Aയും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ ആർട്ടിക്കിൾ 45ഉം ആർട്ടിക്കിൾ 21Aയും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്, റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 67 അക്കോർഡിംഗ് ടു ദ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓൺ റൈറ്റ്സ് ഓഫ് ചൈൽഡ് 1989 വിച്ച് വാസ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ ഇൻ 1992. എ ചൈൽഡ് ഈസ് എ പേഴ്സൺ ബിലോ ദി ഏജ് ഓഫ്. അതായത് യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഓഫ് റൈറ്റ് ഓഫ് ചൈൽഡ് പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട്, വിച്ച് വാസ് റാറ്റിഫൈഡ് ബൈ ഇന്ത്യ ഇൻ 1992. 1992 അവരുടെ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ആ ഒരു ആക്ട് കൊണ്ടുവരും. ആ ഒരു ആക്ട് പ്രകാരം ഒരു ചിൽഡ്രൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡെഫിനിഷൻ ഏത് പ്രായത്തിൻ്റെ താഴെയുള്ളതാണെന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് ഒരു ചിൽഡ്രൻ എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളതായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. 68ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എ
ഈസ് എ ബോഡി കൺസിസ്റ്റിംഗ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടാവുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിലുണ്ടാകുന്ന മെമ്പേഴ്സ് എത്ര പേരാണ്? 3 പേരാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 2 members 3 members ഇൻക്ലൂഡിങ് എന്താണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും അതേപോലെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സുമാണ് അതിൽ മെമ്പേഴ്സായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതിലെ ഇപ്പോഴുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ നിങ്ങൾ ഓർമ്മിക്കണം. 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അയാളുടെ പേര് നിർബന്ധമായിട്ട് ഓർമ്മിച്ചിരിക്കണം. സുനിൽ അറോറയാണ് ഇപ്പോഴുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, സുനിൽ അറോറ. ഇനി ഇത് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കീഴിലായിട്ട് 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്. ആ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അശോക് ലാവസയും അതേപോലെ സുശീൽ ചന്ദ്രയുമാണ്. അശോക് ലാവസയും സുശീൽ ചന്ദ്രയുമാണ് ഇവരുടെ കീഴിലുള്ള 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ്. അപ്പോൾ 3 പേര്, ആ പേരുകളൊന്ന് നോട്ട് ചെയ്യുക. 69 ഹൂ ഈസ് കോമ്പിറ്റൻറ്റ് ടു റിമൂവ് ദി ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ് പബ്ലിക് സർവീസസ് കമ്മീഷണേഴ്സ്. അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഏത് പൊസിഷനിലുള്ള ആൾക്കാണ് ചെയർമാനെയും അതേപോലെ മെമ്പേഴ്സിനെയും ഏതിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലുള്ള ചെയർമാനെയും മെമ്പേഴ്സിനെയും റിമൂവ് ചെയ്യാൻ അധികാരം പദവിയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഓപ്ഷൻ എയിലുള്ള പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവരെ റിമൂവ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. ഇവരെ അപ്പോയിൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നാൽ റിമൂവ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. പക്ഷേ UPSCയുടെ കേസ് എടുക്കുകയാണെങ്കിൽ UPSC ചെയർമാനെയും മെമ്പേഴ്സിനെയും റിമൂവ് ചെയ്യുന്നതും അതേപോലെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും 2 ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. അടുത്തതായിട്ട് 70ാമത്തെ ക്വസ്റ്റ്യൻ. 70 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഫീസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി ഗാർഡിയൻ ഓഫ് പബ്ലിക് സർവീസ്. ഗാർഡിയൻ ഓഫ് ദി പബ്ലിക് സർവീസ് എന്നറിയപ്പെടുന്ന ഓഫീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതേതാണ്? ഓപ്ഷൻ ബി അല്ല, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. CAG എന്ന് നമ്മൾ ചുരുക്കപ്പേരിൽ അറിയിക്കുന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ് ഇതുവരെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ നിങ്ങൾ ഓർമ്മിക്കുക. ആർട്ടിക്കിൾ ഏതാണ്? 148 അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ നിർബന്ധമായിട്ട് ഓർമ്മിക്കണം. CAGയുടെ ആർട്ടിക്കിൾ. 71 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 71 ദ പോലീസ് ഡാഷ് നോ ഐഡിയ. ദ പോലീസ് ഹാവ് എന്നാണ് പറയുക. കാരണം പോലീസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് വേർബാണ്? പ്ലൂറൽ വേർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോലീസ്, പ്യൂപ്പിൾ, അതേപോലെ പ്യൂപ്പിൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ ആയിട്ടുള്ള വേർബാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാവ് നോ ഐഡിയ എന്നാണ് ആൻസർ വരിക. 72 വെൻ ഐ സോ മൈ ഓൾഡ് ഫ്രണ്ട് ഞാൻ എൻ്റെ പണ്ടത്തെ ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ എന്തായി? ഡിലൈറ്റഡ് ആയി എന്നാണ് പറയേണ്ടത്. അതായത് 2 പാസിലാണ് നടക്കുന്നത്. ഐ വാസ് ഡിലൈറ്റഡ്. 73 ലൈറ്റ് ട്രാവൽസ് ഡാഷ് ദെൻ സൗണ്ട്. അപ്പോൾ ലൈറ്റ് ട്രാവൽസ്, ലൈറ്റിനെയും സൗണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ട്രാവൽ ഫാസ്റ്റർ ദെൻ സൗണ്ട്. ലൈറ്റ് ട്രാവൽ ഫാസ്റ്റർ ദെൻ, ഇവിടെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നത്. ഫാസ്റ്റർ ദെൻ സൗണ്ട്. The manager asked Raghu to wait outside the room. So he has to be dash the room but he must not move far dash it. അതായത് മാനേജർ രഘുവിനോട് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ സോ ഹി ഹാസ് ടു ബി അയാൾ മുറിക്ക് പുറത്ത് പോവുകയും വേണം, പക്ഷേ എന്ത് ചെയ്ത് ദൂരെ ആവുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് സോ ഹി ഹാസ് ടു ബി ഔട്ട് ഓഫ് ദി റൂം ബട്ട് ഹി മസ്റ്റ് നോട്ട് മൂവ് ഫാർ ഫ്രം ഇറ്റ്. അധികം ദൂരം പോകാൻ പാടില്ല. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 75 ആലീസ് ഡാഷ് ദാറ്റ് ഷീ ലൈക്ക്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീം. ആലീസ് റിപ്ലൈഡ് ദാറ്റ് എന്നാണ് വരിക. കാരണം ഇതൊരു റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ടാണ് പറയുന്നത്. ആലീസിനോട് ആരോ ചോദിക്കുകയാണ് ചെയ്യുന്നത്. സോ ആലീസ് എന്ത് ചെയ്തു? അതിന് റിപ്ലൈ ആയിട്ട് കൊടുത്തു ദാറ്റ് ഷീ ലൈക്ക്ഡ് ഫ്രൂട്ട്സ് വിത്ത് ഐസ്ക്രീംസ്. 76 പോളിഗ്രാഫ് ടെസ്റ്റ് ഡാഷ് ആക്സെപ്റ്റഡ് ഇൻ കോർട്ട് കേസസ്. പോളിഗ്രാഫ് ടെസ്റ്റ്സ് എന്നാണ് പറയുന്നത്. ടെസ്റ്റുകൾ ഹാവ് ബീൻ ആക്സെപ്റ്റഡ് ഇൻ അവർ കോർട്ട് കേസസ്. അതായത് കോർട്ട് കേസുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പോളിഗ്രാഫ് ടെസ്റ്റുകൾ ആക്സെപ്റ്റ് മുമ്പേ ചെയ്യപ്പെടുന്നുണ്ട്, ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. 77 വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് റോങ്. താഴെ തന്നിട്ടുള്ളത് റോങ് ആയിട്ടുള്ള പെയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഈ താഴെ തന്നിട്ടുള്ള റോങ് പെയർ എന്ന് പറയുന്നത് ലയൺസ് ആണ് റോങ് പെയർ. ബാക്കിയുള്ളതൊക്കെ ഗ്ലാസസ് ഒക്കെ സിംഗുലറാണ്, ഇത് പ്ലൂറലാണ്. അതേപോലെ ലീഫിൻ്റെ പ്ലൂറലാണ് ലീവ്സ്. വോൾഫിൻ്റെ പ്ലൂറൽ ഫോം ആണ് വോൾവ്സ്. പക്ഷേ ലയണിൻ്റെ പ്ലൂറൽ ഫോമല്ല ഈ ലയണസ്. ലയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിനെ പറയുന്നതാണെങ്കിൽ ലയണസ് എന്ന് വെച്ചാൽ പെൺ സിംഹത്തെ പറയുന്നതാണ്. ഫീമെയിലാണ് ലയണസ്.
അപ്പോൾ ലയേൺസ് എന്നാണ് വരിക. ലയേൺസ് ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള പ്ലൂറൽ ഫോം വരേണ്ടിയിരുന്നത്. 78 ദ ഓർഫനേജ് കുഡ് നോട്ട് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് വിത്തൗട്ട് ദി എഫേർട്സ് ഓഫ് ദി അൾട്രൂയിസ്റ്റ് ഹൂ ഹെൽപ്ഡ് ഇൻ ഹിസ് സ്പെയർ ടൈം. ഫൈൻഡ് ഔട്ട് ദ ആൻറ്റോണിം ഓഫ് ദി ഇറ്റാലൈസ്ഡ് വേർഡ്. അതായത് ഇറ്റാലൈസ്ഡ് വേർഡ് ഇതാണ്. ഈ വേർഡിൻ്റെ എന്താണ് ആൻറ്റോണിം, ഓപ്പോസിറ്റ് വേർഡാണ് നമ്മളോട് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓർഫനേജ് കുഡ് നോട്ട് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് വിത്തൗട്ട് ദി എഫേർട്സ് ഓഫ് ദി അൾട്രൂയിസ്റ്റ് ഹൂ ഹെൽപ്ഡ് ഇൻ ഹിസ് സ്പെയർ ടൈം. അതായത് നല്ല മനസ്സുള്ള, അതായത് അവരുടെ സഹായമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഈ ഓർഫനേജിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കാൻ പറ്റില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല മനസ്സുള്ളവർ, അതായത് സഹായിക്കുന്നവർ എന്നുള്ളതിൻ്റെ ഒരു ഓപ്പോസിറ്റ് വേർഡാണ് ഈ ഓപ്ഷൻ ബിയിൽ തന്നിട്ടുള്ള ഈഗോയിസ്റ്റ്. ഈഗോയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ, സ്വയം തന്നെത്താൻ വലുതാണെന്നുള്ള കാണുന്ന ഒരു മനോഭാവമാണ് ഈഗോയിസ്റ്റ്. 79 ഇറ്റ് ഹാസ് ബീൻ എ കോൺട്രവേഴ്സിയൽ ടോപ്പിക് വെദർ ഡാഷ് ഷുഡ് ബി മെയ്ഡ് ലീഗൽ ഓർ നോട്ട്. അതായത് എന്താണ് ഇവിടെ കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കാണെന്ന് പറയുന്നത്, വെദർ ഡാഷ് ഷുഡ് ബി മെയ്ഡ് ലീഗൽ ഓർ നോട്ട്. അതായത് നിയമപരമാക്കണോ വേണ്ടയോ എന്നുള്ളതിൽ എപ്പോഴും എന്തുണ്ടായിരുന്നു, ഒരു കോൺട്രവേഴ്സറി ഉണ്ടായിരുന്നു. ഏതിൻ്റെ കാര്യത്തിലാണ് ഇത് പറയുന്നത്, ഇത് യുക്തനേഷ്യയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. യുക്തനേഷ്യ നിങ്ങൾക്കറിയാം, ദയാവധം എന്നാണ് യുക്തനേഷ്യയുടെ മലയാളം. ദയാവധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാരക രോഗങ്ങൾക്കൊക്കെ കീഴടങ്ങിയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യും, അവർക്ക് മരിക്കാനുള്ള ഒരു ഡ്രഗ് കൊടുത്തതിന് ശേഷം അവരെ കൊല്ലുന്ന ഒരു ഇതിലേക്ക് വിടുന്നതാണ് യുക്തനേഷ്യ. ഇവിടെ തന്നിട്ടുള്ള മിലിഷ്യ എന്നുള്ള വേർഡിൻ്റെ നിങ്ങളൊന്ന് അർത്ഥം നോട്ട് ചെയ്ത് നോക്കുക. മിലിഷ്യ എന്ന് പറയുന്നത് മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് മിലിഷ്യ. നിങ്ങൾക്ക് ആ പേരിൽ തന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവും. എ മിലിഷ്യ ഫോഴ്സ് ദാറ്റ് ഈസ് റൈസ്ഡ് ഫ്രം ദ സിവിലിയൻ പോപ്പുലേഷൻ ടു സപ്ലിമെൻറ്റ് റെഗുലർ ആർമി ഇൻ എമർജൻസി. അതായത് എന്താണ്, സിവിൽ പോപ്പുലേഷൻ തന്നെ, അതായത് സാധാരണ ജനക്കൂട്ടത്തിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു മിലിറ്ററി ഫോഴ്സിനെയാണ് നമ്മൾ മിലിഷ്യ എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ഓപ്ഷൻ എന്താണ്, ഇതിൽ തന്നിട്ടുള്ള സിയിൽ തന്നിട്ടുള്ള ബ്ലാസ്ഫമി എന്ന് വെച്ചാൽ ദൈവനിന്ദ എന്ന് പറയും. ദൈവത്തെ നിന്ദിക്കുന്നതിനാണ് ബ്ലാസ്ഫമി എന്ന് പറയുക. അനസ്തേഷ്യയുടെ ഇത് നിങ്ങൾ ഓർമ്മിച്ചേക്കണം. ഇതിൻ്റെ സ്പെല്ലിങ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ANAESTHESIA ആണ് അനസ്തേഷ്യയുടെ സ്പെല്ലിങ്. അതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അനസ്തേഷ്യ നിങ്ങൾക്കറിയാം, മയക്കിന് കൊടുക്കുന്നതാണ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. 80 ക്വസ്റ്റ്യൻ നോക്കാം. ഡേവിഡ് വർക്ക് ഹാർഡ് ടു കീപ് ദി വോൾഫ് ഫ്രം ദ ഡോർ. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ ഇറ്റാലൈസ്ഡ് ഇഡിയം. ഈ തന്നിട്ടുള്ള ഇഡിയത്തിൻ്റെ മീനിങ് ആണ് ചോദിച്ചിട്ടത്. കീപ് ദി വോൾഫ് ഫ്രം ദി ഡോർ. കീപ് ദി വോൾഫ് ഫ്രം ദി ഡോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, ടു എസ്കേപ്പ് ഫ്രം പോവർട്ടി, ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ് ആ ഒരു ഇഡിയത്തിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇവിടെ 2-3 ഇഡിയം തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്യുക. ഇത് മുമ്പ് ചോദിച്ചിട്ടാണ്. ഇഡിയം മാത്രമല്ല, ഫോറിൻ വേർഡുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫോറിൻ വേർഡാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഇത് PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മാഗ്നം ഓപ്പസ് എന്ന് വെച്ചാൽ ഗ്രീറ്റ് വർക്ക്. ഓക്കെ, നോട്ട് ബി, NB എന്നൊക്കെ വെച്ചാൽ നോട്ട് വെൽ, ഇമ്പോർട്ടൻറ്റ്, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥമായിട്ട് വരുന്നത്. അബ് ഇനീഷ്യോ, ഫ്രം ദ ബിഗിനിങ്. അതേപോലെ ഇത് ഈ ഒരു ആ ഒരു 8 വേർഡുകൾ നിങ്ങൾ ഓർമ്മിച്ച് നോക്കണം. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. 81 മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, ഈ സ്കീംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ഞാൻ അത്രത്തോളം ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം ഇപ്പോൾ സ്കീംസ് ഡിഗ്രി ലെവൽ എക്സാമിൽ നിന്നോ സ്കീംസ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് പകരം ഇപ്പോൾ മലയാളമാണുള്ളത്. ITയും മലയാളമാണുള്ളത്, മലയാളം തന്നെയാണുള്ളത്. അപ്പോൾ സ്കീമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് നോക്കാം. 81 റീച്ചിങ് ഫാമിലീസ് ത്രൂ വുമൺ ആൻഡ് റീച്ചിങ് കമ്മ്യൂണിറ്റീസ് ത്രൂ ഫാമിലീസ് എന്നുള്ള ഒരു മുദ്രാവാക്യം, എന്നുള്ള ഒരു വാചകം, ഒരു സ്ലോഗൻ ഏതിൻ്റെതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട സ്ലോഗനാണ് റീച്ചിങ് ഫാമിലീസ് ത്രൂ വുമൺ ആൻഡ് റീച്ചിങ് കമ്മ്യൂണിറ്റീസ് ത്രൂ ഫാമിലീസ്. ഇപ്പോൾ കുടുംബശ്രീ വരുന്നത് 1998 AB വാജ്പേയി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ അത് നടപ്പിലാക്കുന്നത് ആലപ്പുഴയിലാണ്. അതൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അതിൻ്റെ സ്ലോഗനാണ് ഈ തന്നിട്ടുള്ളത്. 82ാമത്തെ ക്വസ്റ്റ്യൻ. ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു എവരി വില്ലേജ് ഈസ് ദി ഒബ്ജക്റ്റീവ് ഓഫ്. എല്ലാ വില്ലേജിലും ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയ സ്കീമാണ് ഭാരത് നിർമ്മാൺ. 82B ആണ് നമ്മുടെ ആൻസർ. 83 മഹിളാ സമൃദ്ധി യോജന വാസ് സ്റ്റാർട്ടഡ് ഇൻ. മഹിളാ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്തത് 1993 ഒക്ടോബർ 2 മഹിളാ സമൃദ്ധി യോജന സ്റ്റാർട്ട് ചെയ്യുന്നത്. 84 ദ മെയിൻ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് ജവഹർ റോസാഗർ യോജന. ജവഹർ റോസാഗർ യോജനയുടെ മെയിൻ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പീപ്പിൾ ബിലോ പോവർട്ടി ലൈൻ. BPL ഫാമിലിയുള്ള പീപ്പിളിനെ കണ്ടുപിടിച്ചിട്ടാണ് ജവഹർ റോസാഗർ യോജന അവരെ ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികൾ. 85 NREP ആൻഡ് RLEGP കമ്പൈൻഡ് ടുഗദർ ആൻഡ് സ്റ്റാർട്ടഡ് എ ന്യൂ പ്രോഗ്രാം കോൾഡ്. NREGPയും അതേപോലെ RLEGPയും കമ്പൈൻഡ് ആയിട്ട് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമാണ് ഓപ്ഷൻ B ജവഹർ റോസാഗർ യോജന.
86 ഡാഷ് വാസ് ലോഞ്ച്ഡ് ടു അമെലിയോറേറ്റിംഗ് ദ കണ്ടീഷൻസ് ഓഫ് ദി അർബൻ സ്ലം ഡെല്ലസ് ലിവിങ് ബിലോ പോവർട്ടി ലൈൻ ഹൂ ഡു നോട്ട് പൊസസ് അഡ്വക്കേറ്റ് ഷെൽട്ടേഴ്സ്. അതായത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, അർബൻ സ്ലം ഡെല്ലേഴ്സ്, അതായത് ചേരികളിൽ വസിക്കുന്നവർക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സ്കീമാണ് 86-ലെ എയിൽ പറയുന്ന വാൽമീകി അംബേദ്കർ ആവാസ് യോജന. വാംബെ എന്നാണ് നമ്മളത് ചുരുക്കി പറയുന്നത്. വാൽമീകി അംബേദ്കർ ആവാസ് യോജന. 87 ഡാഷ് ഈസ് ഇൻറ്റൻഡ് ടു ഗിവ് എംപ്ലോയ്മെൻറ്റ് ടു ജോബ്ലെസ് എഡ്യൂക്കേറ്റഡ് യൂത്ത്. അപ്പോൾ 87-ൻ്റെ അതായത് ഏത് സ്കീമാണ് ജോബ്ലെസ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിന് തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് സ്കീം താഴെ തന്നിട്ടുള്ള ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് പ്രൈം മിനിസ്റ്റർ റോസാഗർ യോജനയാണ് ആ ഒരു സ്കീം. 88 ദ ഇന്ദിര ആവാസ് യോജന ഓപ്പറേഷണലൈസ്ഡ് ഫ്രം 1999 to 2000 ഈസ് എ മേജർ സ്കീം ബൈ ദ ഗവൺമെൻറ്റ്സ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആൻഡ്, അതായത് ഏത് റൂറൽ ഡെവലപ്മെൻറ്റും മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റും അതേപോലെ ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹഡ്കോ, അതല്ലെങ്കിൽ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കൈകോർത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ദിര ആവാസ് യോജന 1999 മുതൽ 2000 വരെ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. 89 പ്രൊവൈഡിങ് എക്കണോമിക് സെക്യൂരിറ്റി ടു ദ റൂറൽ വുമൺ ആൻഡ് ടു എൻകറേജ് ദ സേവിങ് ഹാബിറ്റ്സ് എമംഗ് ദം ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ്, അതായത് പ്രൊവൈഡിങ് എക്കണോമിക് സെക്യൂരിറ്റി റൂറൽ വുമണിന് എക്കണോമിക് സെക്യൂരിറ്റി കൊടുത്തിട്ടും അതേപോലെ സേവിങ് ഹാബിറ്റിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സ്കീം എന്ന് പറയുന്നത് മഹിളാ സമൃദ്ധി യോജനയാണ്. ഓപ്ഷൻ സിയിലുള്ളതാണ് നമ്മുടെ ആൻസർ. 90 ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് പീപ്പിൾ ആൻഡ് ഓവറോൾ ഹാബിറ്റാറ്റ് ഇൻ ദ റൂറൽ ഏരിയാസ് ഈസ് ദി ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ്. റൂറൽ ഏരിയകളിൽ വസിക്കുന്ന ആളുകളുടെ ഓവറോൾ ഹാബിറ്റാറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, അതിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണ് സമഗ്ര ആവാസ് യോജന. 91 മുതലുള്ള ക്വസ്റ്റ്യൻസ് IT ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് CRT എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. CRTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് കാഥോഡ് റേ ട്യൂബാണ്. CRTയുടെ ഫുൾ ഫോം ഓപ്ഷൻ D ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഞാൻ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള IT-ൻ്റെ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട അബ്രിവിയേഷൻസ് എഴുതാം. നിങ്ങൾ ഇതിൻ്റെ ഫുൾ ഫോം പറയണം. ഒന്ന് DES ആണ്, DES ഇതിൻ്റെ ഫുൾ ഫോം പറയണം. അതേപോലെ DVD ഫുൾ ഫോം പറയണം. പിന്നെ ഉള്ളത് BCD ആണ്, BCD. അപ്പോൾ DESൻ്റെ DES എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്നാണ് DESൻ്റെ ഫുൾ ഫോം. ഡിജിറ്റൽ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് എന്നതാണ് DESൻ്റെ ഫുൾ ഫോം. ഇതൊക്കെ മുന്നേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. DVD എന്ന് വെച്ചാൽ ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നതാണ് ഡിസ്ക് എന്നതാണ് DVDയുടെ ഫുൾ ഫോം. BCDയുടെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ബൈനറി കോഡഡ് ഡെസിമൽ എന്നാണ് BCDയുടെ ഫുൾ ഫോം. 92 വിച്ച് ടെക്നോളജീസ് യൂസ്ഡ് ഇൻ എ CD-ROM ഡ്രൈവ്, അതായത് CD-ROMിൽ വർക്ക് ചെയ്യുന്ന ടെക്നോളജി എന്നാണ്. അത് ഓപ്ഷൻ സിയിലുള്ള ഒപ്റ്റിക്കലാണ്. ഞാൻ തൊട്ട് മുമ്പുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. CD-ROMിൽ വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിക്കലാണ് ടെക്നോളജി. 93 പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ റോമിൽ, അതായത് റീഡ് ഓൺലി മെമ്മറിയാണ് റോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫേംവെയർ. അപ്പോൾ ഈ ഫേംവെയർ എന്ന് വെച്ചാൽ അത് ആ ഒരു റോം വാങ്ങുമ്പോൾ ഓൾറെഡി അതിൽ തന്നെ ബിൽഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ. അപ്പോൾ ഈ റോമിൽ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ റോമിലുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് ഈ കമ്പ്യൂട്ടറിൻ്റെ തുടക്കത്തിൽ അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള സോഫ്റ്റ്വെയറിനെ പറയുന്നതാണ് ഫേംവെയർ. 94 a program that has capability to infect other program and make copies of itself and spread into other program. അതായത് ഇതൊരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ പ്രോഗ്രാമിനെ അഫക്റ്റ് ചെയ്യാനും അതേപോലെ ഇതിൻ്റെ കോപ്പി ഇറ്റ്സെൽഫ് ഇത് തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് കോപ്പീസ് ഉണ്ടാക്കാനും ഈ ഒരു പ്രോഗ്രാമിന് കഴിയും. അതിനെ പറയുന്ന പേരെന്താണ്? അതാണ് നമ്മൾ പറയുന്ന വൈറസ്. അതായത് ബയോളജിക്കലി വൈറസിൻ്റെ അതേ പ്രത്യേകത തന്നെയാണ്. ബയോളജിക്കലി ഒരു വൈറസ് എന്താണ് ചെയ്യുന്നത്? ഒരാളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യും? കൂടും. അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കിയിട്ട് അത് വർദ്ധിച്ചു വരും. അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇതൊരു കമ്പ്യൂട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും? അത് സ്പ്രെഡ് ചെയ്യും. മറ്റ് പ്രോഗ്രാമുകളെ സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ അഫക്റ്റ് ചെയ്യും. ഓപ്ഷൻ ബിയിൽ തന്നിരിക്കുന്ന വേമോ അതേപോലെ ട്രോജനും ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്. അപ്പോൾ ഈ വൈറസിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ഈ തന്നിട്ടുള്ളത് മുകളിൽ.
95 ഫ്രം വാട്ട് ലൊക്കേഷൻ ആർ ദി ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ് ആർ അവൈലബിൾ ഓൺ ബൂട്ടപ്പ്. അപ്പോൾ ബൂട്ട് അപ്പ് ചെയ്യുമ്പോൾ, അപ്പോൾ കമ്പ്യൂട്ടർ ഓൺ ആക്കി ചെയ്യുമ്പോൾ, ബൂട്ടപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് റോം ബയോസിൽ നിന്നാണ്. റോം ബയോസിലാണ് എന്ത് ഉള്ളത്? ആ ഫേം വെയർ ഉള്ളത്. ആ ഫേം വെയർ അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. 96 എ ഹാർഡ് ഡിസ്ക് ഇസ് ഡിവൈഡ് ഇൻറ്റു ട്രാക്സ് വിച്ച് ആർ ഫർദർ സബ് ഡിവൈഡ് ഇൻറ്റു എന്താണ്? ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ആദ്യം ആ ഹാർഡ് ഡിസ്കിനെ എന്തായിട്ട് മാറ്റിയിട്ടുണ്ട്? അതിനെ സെക്ടറുകളാക്കി, ട്രാക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. ആ ട്രാക്കുകളെ പിന്നെ എന്താക്കി മാറ്റിയിട്ടുണ്ട്? സെക്ടറുകളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. 97 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ വൺസ് കോംപ്ലിമെൻറ്റ് ഓഫ് 10? 10 എന്നുള്ളത് ഒരു ബൈനറി നമ്പറാണ്. ഇത് 10 അല്ല, 10 ആണ്. ഈ 10യുടെ വൺസ് കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു നമ്പർ, ബൈനറി നമ്പേഴ്സിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് കാണുന്നത് ഇതിനെ നമ്പേഴ്സ് എന്ത് ചെയ്താൽ മതി? നേരെ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി, ചേഞ്ച് ചെയ്താൽ മതി. 1 ആണെങ്കിൽ 0 ഇടുക, അതേപോലെ 0 ആണെങ്കിൽ 1 ഇടുക. സോ 0, 1 എന്നതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്? വൺസ് കോംപ്ലിമെൻറ്റ് വരുന്നത്. ഇനി 2's കോംപ്ലിമെൻ്റ് ആയിരുന്നു കാണേണ്ടിയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 1's കോംപ്ലിമെൻറ്റ് കണ്ടതിന് ശേഷം അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. സോ 1 ആഡ് ചെയ്യുമ്പോൾ നോക്കുക, ഇവിടെ 1 ചെയ്ത് കഴിഞ്ഞാൽ 2 അല്ല കിട്ടുന്നത്, അവിടെ 1 0 ആണ് വരിക. ഒരു 1 അവിടെ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. പിന്നെ ഈ 0നോട് ആ 1 ആഡ് ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. സോ 10 എന്നുള്ളതിൻ്റെ 2's കോംപ്ലിമെൻ്റ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ള ഈ സംഭവം. 2's കോംപ്ലിമെൻ്റ് ആണ്. 1's കോംപ്ലിമെൻറ്റിനോട് 1 ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2's കോംപ്ലിമെൻറ്റ് കിട്ടും. 98 ആൻ ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഡിവൈസ് ദാറ്റ് ഇൻ്റർപ്രറ്റ് പെൻസിൽ മാർക്സ് ഓൺ പേപ്പർ മീഡിയ. അതായത് പെൻസിൽ മാർക്ക് ചെയ്ത ഒരു പേപ്പറിനെ എന്ത് ചെയ്യുന്നത്? അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്ന OMR. നമ്മുടെ എക്സാമിനൊക്കെ എഴുതുന്നത്. സോ അതെന്ത് ചെയ്യും? ഈ ഒരു പെൻസിൽ മാർക്കിനെ അത് ഇൻപുട്ടായിട്ട് സ്വീകരിച്ചിട്ട് വർക്ക് ചെയ്യും. 99 ഡാഷ് റെഫേഴ്സ് ടു ഇമെയിൽസ് ദാറ്റ് അപ്പിയേഴ്സ് ടു ഹാവ് ബീൻ ഒറിജിനേറ്റഡ് ഫ്രം വൺ സോഴ്സ് വെൻ ഇറ്റ് വാസ് ആക്ച്വലി സെൻഡ് ഫ്രം അനദർ സോഴ്സ്. അതായത് ഈ ഒരു ടൈപ്പ് ഇമെയിൽ ഏതാണ്? ഈ ടൈപ്പ് ഇമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഇമെയിൽ ഒറിജിനേറ്റ് ഫ്രം വൺ സോഴ്സ്, അതായത് ഒരു സോഴ്സിൽ നിന്നോ ഇത് ഒറിജിനേറ്റ് ചെയ്തതായിട്ട് തോന്നും, പക്ഷേ എന്തല്ല, അത് ഫേക്ക് ആയിരിക്കും. ആ ടൈപ്പ് ഇമെയിലിന് പറയുന്ന പേരാണ് ഇമെയിൽ സ്പൂഫിംഗ്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. ഇപ്പോൾ എന്താണ്, ഞാനിവിടെ ഒരു മെസ്സേജ് എന്ത് ചെയ്യാണ്? ഇമെയിൽ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആരുടെ കയ്യിൽ നിന്ന്? അരുണിൻ്റെ കയ്യിൽ നിന്ന്. എന്നാൽ എനിക്ക് ഒരാൾ മെസ്സേജ് ചെയ്യാണ്, അരുൺ എന്നുള്ള അതേ അഡ്രസ്സിൽ നിന്ന്, അതേപോലെ തന്നെയുള്ള അഡ്രസ്സിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരാൾ എനിക്ക് ഇമെയിൽ അയക്കുവാണ്. അപ്പോൾ ഞാൻ കരുതുന്നു ആ അയച്ചിട്ടുള്ളത് അരുണാണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈപ്പ് ഇമെയിലിനെ പറയുന്നതാണ് ഇമെയിൽ സ്പൂഫിംഗ്. അപ്പോൾ ആ ഒരു പേരിൽ തന്നെയുണ്ട് പ്രൂഫ് എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി. പ്രൂഫ് ഇല്ലാത്തതാണ് ഇമെയിൽ സ്പൂഫിംഗ്. അതേപോലെ ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ കമ്പനികളുടെ ഓരോരോ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് പലരിലേക്കും ഈ മെയിൽ, ലാർജ് ക്വാണ്ടിറ്റി മെയിൽ അയക്കുന്നതിനാണ് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. അതായത് അൺവാണ്ടഡ് മെസ്സേജസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ സ്പാം എന്ന് പറയുന്നത് അൺവാണ്ടഡ് ഇമെയിൽ മെസ്സേജസ് ആണ് ഇമെയിൽ സ്പാമിംഗ്. 100 ദ സിമ്പിൾ യൂസ്ഡ് ഇൻ ഞാൻ അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ എയിലെ നിമോണിക്സ് ആണ് അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സിംഗിൾ. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ലാംഗ്വേജാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ബേസിക് ടൈപ്പാണ് മെഷീൻ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിക്കും. അത് എന്താണ്? കംപ്ലീറ്റ് മെഷീനാണ്. അതായത് ബൈനറി ലാംഗ്വേജാണ് അതിൽ ഉപയോഗിക്കുന്നത്, ബൈനറി ലാംഗ്വേജ്. സോ അത് 0, 1 ചേർന്നാണ് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജ്. പിന്നെ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള നിമോണിക്സ്. ഈ നിമോണിക്സ് എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിമോണിക്സിന് ഇപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റിന് പകരം സബ് എന്ന് കൊടുക്കുന്നതാണ്. ഇപ്പോൾ സബ് എന്താണ്? 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? 1 2 സബ്ട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ എന്താണ്? ഇത് ഫുള്ളായിട്ട് എഴുതുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷൻ്റെ ഒരു പകുതി ഭാഗം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലാംഗ്വേജാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. 3ാമത് വരുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് നിങ്ങൾക്കറിയാം. ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നതാണ് ജാവ ലാംഗ്വേജുകൾ, അതേപോലെ CPP, C# എന്നൊക്കെ വരുന്നത് എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. അതുകൂടി ഓർമ്മിക്കാം. സോ ഇതോടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ ലിങ്ക് പ്ലേലിസ്റ്റ് ഞാൻ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.